അവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ. കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ. കുറേ നേരമായിട്ട് കാണുന്നില്ലല്ലോ. എവിടെ ഉണ്ടെന്ന് എന്തായാലും ഇരുത്തിയിട്ടെടുത്ത് പോയിട്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഇരുന്ന് എന്തോ കഴിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് എന്തോ കഴിക്കുകയാണ് കേട്ടോ. നോക്കട്ടെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ദേ ഇരിക്കുന്നു കണ്ട് കേട്ടോ എന്നെ. കടിച്ചു നോക്കിയിട്ട് പറയാം. ഇപ്പോൾ കടിച്ചു നോക്കി അറിയാൻ പറ്റും. തെളിജി പഴയ കൃഷിയോ പുതിയ അവസ്ഥയാണ്. ഒത്തിരി കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ലിജിക്ക് നടക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം, പാരൽ ബാറില്ലേ, നമ്മുടെ സാധാരണ ഇരുമ്പുകൊണ്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഇരുമ്പുകൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഇരുന്ന് പറഞ്ഞാൽ മേടിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ. പിന്നെ അത് പല പല കാരണങ്ങളായിട്ട് നടന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചെന്താ കരുതി, നമ്മുടെ ഒരു ആൻറ്റി നമുക്ക്, നമ്മൾ പരിചയമുള്ള ഒരു ആൻറ്റി നമുക്ക് ഇതേണക്ക് ഈ നോർത്ത് ഇന്ത്യൻസ് അവർ പാരൽ ബാർ മുള വെച്ചുണ്ടാക്കിയെന്ന് കണ്ടു കേട്ടോ. സെയിം സാധനം തന്നെ, നമ്മൾ ഇച്ചിരി മുറുക്കെ കെട്ടിയിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. നല്ല 4 കാല് കുഴിച്ചിട്ടിട്ട് കമ്പൊക്കെ മുളയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനുള്ള സെറ്റപ്പ് കേട്ടോ. അപ്പോൾ അന്ന് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ മുറ്റത്ത് വെള്ളം കയറുന്ന പ്രശ്നം കാരണം നമ്മളതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും. അത് കെട്ടണോ, കെട്ടിക്കഴിഞ്ഞാൽ പാടല്ലേ. അപ്പോൾ പോർട്ടബിളായിട്ടുള്ളതാണ്, നമുക്ക് വീടിനകത്തെടുത്തിടാം, ഇടയ്ക്ക് പുറത്ത് കൊണ്ടുവെക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെയാണ് ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഈ മുള എടുത്തിട്ട് നമുക്കെന്താ പറയുന്നത്, പാരൽ ബാർ പണിയണം ലിജിക്ക് നടന്ന് പഠിക്കാൻ വേണ്ടി കേട്ടോ. ഇപ്പോൾ ചെറിയ സപ്പോർട്ടൊക്കെ കൊണ്ടിട്ട് നടക്കുമല്ലോ, നമ്മുടെ വോക്കറിലൊക്കെ നടക്കും. വോക്കറാകുമ്പോൾ 2 പേര് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് വേണം. ഇപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ഉള്ളത്. അപ്പം അമ്മയ്ക്ക് അത്ര ഹെൽത്തി ഇല്ലാത്തതുകൊണ്ട് ചില സമയം പ്രശ്നമുണ്ടാവും. അപ്പോൾ ഇതൊരെണ്ണം പിടിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബലമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇതും കൂടെ ചെയ്ത് കൊടുക്കാം. ലിജിക്കൊരു ഇത് ചെയ്താൽ ലിജി കുറച്ചുകൂടെ നടക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന്. വലിയ പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഞാനിതൊരു വീഡിയോ ആക്കാമെന്ന് കരുതിയെന്ന് വെച്ചാൽ, ഇതേപോലെ നടക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എന്നും ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയിട്ട് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ഇതുപോലെ 4 കഷ്ണം മുളയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു പാരൽ ബാർ സെറ്റ് ചെയ്തിട്ട് നടന്ന് പരിശീലിക്കാം. അത് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു യൂസ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആക്കാൻ കരുതി കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോയിട്ട് അവിടെ കുഴിച്ചിടാൻ നേരത്തിൽ ലിജി വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. വരുമോയെന്ന് ഉറപ്പില്ല, കാരണം ഉറങ്ങാൻ കിടന്നതാണ്. ചിലപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ നേരത്തെ എണീക്കത്തുള്ളൂ. ഇപ്പോൾ ഈ രാവിലെ കുളിച്ച ഇന്നലെ ചൂട് കാരണം ഉറങ്ങിയില്ല ലിജി. അമ്മ പറയുന്നത് ചിലപ്പോൾ മൈക്ക് കിട്ടത്തില്ല കേട്ടോ. ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ആ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ ഇച്ചിരി നേരം ഉറങ്ങട്ടെ. ഇപ്പോൾ രാത്രി ഉറക്കം കുറവാണ് ചില സമയത്ത്. ചൂട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഉറക്കം കുറവാണ്. അതൊക്കെ കൊണ്ടാണ് ഉറങ്ങുന്നത്. അച്ഛനുണ്ടോ അവിടെ ലിജിയുടെ കൂടെ. അപ്പോൾ അച്ഛനും ലിജിയുടെ കൂടെ അവിടെ കിടന്ന് ഉറങ്ങുക. അതുകൊണ്ട് ഞങ്ങൾ കഥയൊക്കെ പൂട്ടിയിട്ടാണ് വന്നത് കേട്ടോ. വെള്ളത്തിൽ ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അഴുകി അത് പുറത്ത് നമ്മുടെ മുറ്റത്തൊക്കെ കിടന്നാൽ വെയിലടിച്ചിട്ട് ഈ മുള പൊട്ടിപ്പോവും. വെള്ളത്തിൽ കിടന്നാൽ ഒരുപാട് കാലം നമുക്ക് മുളയെ ഇങ്ങനെ സൂക്ഷിക്കാം കേട്ടോ. മുള കേടാകാതെ. ഇതിനൊക്കെ പക്ഷേ പായലൊക്കെ പിടിച്ച് കിടക്കും. ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ ഇത് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ഫുള്ള് പായലായിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ജോലി. അപ്പോൾ നമ്മളിത് കഴുകി തീർന്നു കേട്ടോ. ഞാൻ ഉണക്കാൻ വെക്കുമോ. ഞാൻ ഉണങ്ങിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മോനയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. കടിച്ചു നോക്കിയിട്ട് പറയാം. ഇപ്പോൾ കടിച്ചു നോക്കി അറിയാൻ പറ്റും. തെളിജി പഴയ കൃഷിയോ പുതിയ അവസ്ഥയാണ്. ഒത്തിരി കണ്ട 5 ദിവസം 5 ദിവസത്തോടെ ഉണങ്ങണം. കുലുക്കം പറഞ്ഞ കാപ്പിക്കുരുവിനകത്തില്ലേ. അത് കുലുക്കം ഉണ്ടോ ഇനി? നിങ്ങൾ ഇടിക്കുന്നുണ്ടെന്ന് കാപ്പിക്കുരു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ കുഴിയെടുക്കാൻ പോവാം. സാറ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നാൽ കാണണമെന്നും പറഞ്ഞു വെറുതെ കിടക്കുമായിരുന്നു. വീഡിയോ ഉണ്ടാകുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ മെറ്റീരിയൽ കിടക്കുന്നിടത്ത് ഇവിടം വരെയാണ് ഇത് കെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. കുറച്ച് സ്ഥലം മതി കേട്ടോ, അധികം വേണ്ടല്ലോ. എന്തായാലും ആ പക്ഷെ പൊക്കമായി പോത്തില്ലേ. അപ്പോൾ ഒരു തൂണം ഇട്ടാൽ മതി അവിടെ ഇല്ലേ. ശീലാന്തി അത് ശരിയാ. ഈ തൂണിൽ അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു തൂണിൻ്റെ നടുക്ക് ഒരു തൂണ് കൊടുക്കാനാ കൊടുക്കാം. പക്ഷെ നടുക്ക് കിടന്നാൽ അവർക്ക് പിടിച്ച് നടക്കാൻ പാടല്ലേ.
നടുക്ക് ബുദ്ധിമുട്ട് വരത്തില്ലേ കൈയെടുത്തൊക്കെ? ആ ആ പറിച്ച് വെച്ചാൽ മതി. കൈ മാറ്റി കുത്താവോ? ഓ വെരി ഗുഡ്. പണി തുടങ്ങാം കേട്ടോ. ഒരു ചില്ലറ പണിയല്ല. അപ്പം ആദ്യം ഇവിടെ കുഴിയെടുക്കാം അല്ലേ? ഈ അരളി എന്ത് ചെയ്യും? അരളി അവിടെ എന്നാ മതിയോ? എന്നാൽ അവിടെ ഒരു കുഴിയെടുക്കാം ഫസ്റ്റില്ലേ? ആ പിടിച്ചോ. നീതാ നടക്കാൻ ദൈവമേ നടക്കാൻ പറ്റണേ അല്ലേ? അതിനകത്ത് പിടിച്ച എല്ലാ ദിവസവും നടന്നാൽ മതി. ചെറിയ കറണ്ടില്ലേ മാ? എന്തോ ഒരു ചെറിയ ബലമുള്ള കമ്പി തരാം. ഇന്ന് തന്നെ തീർക്കും. ഇറങ്ങത്തില്ല ഞാനത്താ. കെട്ടിയിട്ട് വേണം നമുക്ക് നടക്കാൻ. ഫ്രണ്ടില് സീറ്റോട്ടില് നിക്കാൻ എനിക്ക് പേടിയില്ല. അവിടെ പിടിച്ച് നിൽക്കുമായിരുന്നില്ലേ? അവിടെ തന്നെ കുഴപ്പമില്ല. ഞാൻ തന്നെ എണീറ്റ് നിൽക്കുവേ. അവിടെ കസേര തനിയെ വീൽചെയറിൽ തനിയെ എഴുന്നേറ്റ് നിന്നു അവിടെ. വേറെ ഒരാൾക്കും എനിക്ക് പേടിയാ. അവൻ്റെ കാറ്റേൽ പിടിച്ച് നോക്കുവേ. വീഴുമെന്നുള്ള പേടി? പേടിയില്ലായിരിക്കണം. അവൻ കഴുത്തെ പിടിപ്പിക്കും. പിടിപ്പിക്കൂല. അവൻ വരും നോക്കാൻ വരും. അപ്പം എനിക്ക് പേടിയാ. എനിക്ക് ബലമായിട്ട് എവിടെയും പിടിക്കാൻ പറ്റാ. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ എടുത്തിട്ടുണ്ടായതല്ലോ. നമ്മുടെ കുഴിയിൽ ഇതേ വെള്ളം ഇത് വന്നേക്കുന്നുണ്ടോ? അടിയിൽ വെള്ളം ഉണ്ടായണ്ടേ, അടിയിൽ വെള്ളം ഊറ്റുണ്ടായതുകൊണ്ട് വന്നു കേട്ടോ. രജിക്കൊച്ചി ഇവിടെ ഇല്ല. രജിക്കൊച്ചി നമ്മുടെ മരണം നടന്ന വീടില്ലേ അവിടെയാണ് കേട്ടോ. അവിടെ അപ്പച്ചിയുണ്ട്, അതായത് അച്ഛൻ്റെ പെങ്ങൾ, അച്ഛൻ്റെ അനിയൻ്റെ മോളുണ്ട് കേട്ടോ. അവർ പാലക്കാടാണ്. അപ്പോൾ അവരിവിടെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ലിജി അവരുടെ കൂടെ കാര്യം പറഞ്ഞിരിക്കാനും പിന്നെ അച്ചാമ്മയ്ക്ക് ഒരു കൂട്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് രാവിലെ പോയതാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പം നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കെട്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ കുഴിയൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു പീസ് വറുത്തിട്ട് മുള ഈ കിടക്കുന്ന മുള കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മുള ഇതിനകത്ത് താക്കാൻ കേട്ടോ. പിന്നെ ഒരു കഷ്ണം എന്താ മേടി ഇരിക്കുന്നത്, അതും കൂടെ അറുക്കാൻ പോയി ഞാൻ. അത് അറുത്തിട്ട് നമുക്ക് മുള ഉണ്ടാക്കണം. പിന്നെ ഈ കട്ട വെച്ചിട്ട് പ്ലാറ്റ്ഫോം പണിയണം കേട്ടോ നടക്കാനായിട്ട്. ഇവിടെ കല്ലൊക്കെയാണ്. പ്ലാറ്റ്ഫോം പണിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ഇതൊന്ന് അറുത്തെടുക്കാം കേട്ടോ. അറുത്തെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് അറുത്ത് വെച്ചത് കേട്ടോ. ഇത് അറുക്കാന്ന് വെച്ചാൽ വലിയ കട്ടിയുള്ള പണിയൊന്നും അല്ല. തീർത്ത് ഇതിനകം പൊള്ളയാണല്ലോ. അപ്പം നമ്മൾ റൗണ്ട് ചെയ്ത് അറുത്തറുത്ത് വിട്ടാൽ. എനിക്കങ്ങനെ ഇടത്തെ കൈക്ക് ചെറിയൊരു പ്രശ്നമുള്ളതാണ്. വലിയ വേദന കുഴപ്പമില്ല. ഇത് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിരിക്കും ഇത് പണി വെച്ചാൽ കേട്ടോ. കുറേ ദിവസമായിട്ട് രുചി പറഞ്ഞത് പണിയണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. ഇതാകുമ്പോൾ നമുക്കൊരു ദിവസം 3 നേരം ഇതിനെ പിടിച്ച് നടത്തിക്കാം. അതാണ് മെയിൻ ഉദ്ദേശം. ഇനിയിപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പം നടപടിയുള്ള കേസല്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തുള്ള പരിപാടികളൊക്കെ നമ്മൾ നോക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ വിട്ടുപോകാനുണ്ട്. ഫൈനായിട്ട് ഒടിയാനുണ്ട്. അളവെടുത്തിട്ടതാ. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണെങ്കിൽ പെട്ടെന്ന് പരിപാടിയാകും. സംഭവം റെഡി. അപ്പോൾ നമ്മൾ ഈ 2 മുള അടിച്ച് താത്ത കേട്ടോ. ഈ ചെറിയ പിക്കാസിൻ്റെ സംഭവം കൊണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ചടിച്ച് താത്ത കേട്ടോ. ഇത് ഇപ്പുറത്തേക്ക് ഇത് നല്ല ബലത്തിൽ താന്നു പോയി. അവിടെ എന്തോ കല്ലെന്തോണ്ടിരിക്കുന്ന കാരണം കയറ്റില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം വെച്ചാണെങ്കിൽ ഇതിലേക്ക് പിടിച്ചു കിടക്കാൻ വേണ്ടി കെട്ടാൻ പോണേ. പിന്നെ നമ്മൾ കുറച്ച് മുകളിലോട്ട് ഹൈറ്റ് വെച്ച് ഇരിക്കട്ടെ, എങ്ങനെ ഉണ്ടാവുന്നറിയാം. ഇനി നമ്മൾ ഇവിടെ ഒരു ഹോൾ എടുത്തിട്ട് കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ സുഖമായിട്ട് ഇറങ്ങിപ്പോകും. അങ്ങോട്ട് വെച്ചപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. അവിടെ ഇച്ചിരി ഹൈറ്റ്. അതെ, ഇത് കണ്ട പുഷ്പം പോലെ ഇറങ്ങിപ്പോകും. നമ്മുടെ ട്രാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പോകാനായിട്ടുള്ള ട്രാക്ക് റെഡി ആയിട്ടുണ്ട് നടക്കാനായിട്ട്. കല്ലെടുക്കാം. ഇവിടുന്ന് ഇത്ര ഇങ്ങനെ കട്ട് ചെയ്തിട്ടെ നമ്മളെ ഒതുങ്ങിയിരുന്നേനെ. ഏതാ ഇതിനകത്തേമാ കോൺക്രീറ്റ് ഇട്ടാലും കുഴപ്പമില്ല, നടക്കാലോ ചവിട്ട്.
കുഴച്ചിടണ്ട, പിന്നെ അത് ഇളക്കാൻ പറ്റും. എന്തോ ആവശ്യമുള്ള നമുക്ക് ഇളക്കി ആവശ്യം കഴിയുമ്പോൾ വലിച്ചിളക്കി മാറ്റാൻ മതി. അതെ, കുഴച്ചിടണ്ട, നല്ല ഗ്രിപ്പ് കിട്ടും കാലിന്. ചെരുപ്പില്ലാതെ നടന്നാലും പ്രശ്നമില്ല. അച്ഛനവിടെ എന്താ ഇതിന്റെ അടിയിലേ ആ മണ്ണിട്ട് കൊടുത്ത മണ്ണിടണമെന്നില്ല. മണ്ണിടണ്ട, നല്ല ഉറപ്പല്ലേ. കട്ട ചലിക്കുന്നുണ്ടല്ലോ. നമുക്ക് വീൽ ചെയർ ഇവിടെ കൊണ്ടിങ്ങനെ നിർത്തിയിട്ട് പൊങ്ങിഞ്ഞ് കയറാം. ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് കിടക്കും, അതേ ഉള്ളൂ, അത് പ്രശ്നമില്ല. അത് ഈ ഒരു മുളയാണ് നമ്മൾ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കും അച്ഛൻ, വെട്ടി വൃത്തിയാക്കുക. വില ഇനി നമുക്ക് ശാന്ത കഴിച്ചാലോ? ശാന്ത കഴിച്ചിട്ടാലോ? ഏതാ? ഉരുളിക്കകത്ത് വെച്ച് കുഴയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ മിറ്റിലും കൂടി ഇട്ടിട്ടേ കുറച്ച് മെറ്റിലും ഇട്ട് കുഴച്ചതിനകത്ത് ഇടാം. എന്നിട്ട് കമ്പ് കെട്ടിയാൽ പോരെ? എന്നിട്ട് കമ്പ് കെട്ടിയാൽ പോരെ? മുള വെച്ചാൽ പോരെ? ഇതാട്ടോ നമ്മുടെ ഈ കൊച്ചിൻ്റെ നടക്കാനുള്ള ഉപകരണം. ഇതുവഴി ഇങ്ങനെ നടക്കാം കേട്ടോ, പിടിച്ച് നടക്കാം. അത് നമ്മൾ അവസാനം അത് നേടിയെടുത്തു. അവസാനം സക്സസ് ആയി എന്ന് വെച്ചാൽ 75% പരിപാടികൾ കഴിഞ്ഞു. ഇനി ആ കുറുകെയുള്ള കമ്പും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ കുറുകെ ഒരു കമ്പ് അതിന് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് കുത്താം, ഒരു കമ്പ് ഇവിടെയും കുത്താം. അപ്പോൾ ഒരു ബലം ഇതിന് കിട്ടും. അങ്ങനെ വിചാരിച്ചേക്കും കേട്ടോ. മുള കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നമുക്കിനി എന്നാ തട്ടിക്കോ, മണ്ണ് തട്ടിക്കോ. മണ്ണിട്ടോ, മണ്ണും സിമെൻറ്റും കല്ലും. നമുക്ക് ഇത്രയും മണ്ണേ ഉള്ളൂ കേട്ടോ, ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അത് മതിയാവും. മെറ്റിലൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. സിമെൻറ്റ് തോന്നിരിക്കുന്നു കവറിനകത്ത്. കരണ്ടി എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനൊരു ചെറിയ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചരിവുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ? ശരിയുണ്ടോ? തോന്നുന്നു. ഇത് നല്ല ബലത്തിട്ടുണ്ട്, അങ്ങേറ്റത്ത് നിൽക്കുന്ന അതും ബലത്തിട്ടുണ്ട്. ഇതിന് മാത്രം അടിയിലോട്ടില്ലാൻ കല്ലിൽ എന്താണ്ട് മുട്ടുക, അതുകൊണ്ടൊരു പ്രശ്നം. പിന്നെ കല്ലൊക്കെ അത്യാവശ്യം നല്ല രീതി അടിക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് സിമെൻറ്റ് നമ്മളവിടെ വെള്ളം കയറിയപ്പോൾ അടയ്ക്കാൻ വേണ്ടി മേടിച്ച സിമെൻറ്റാണ്. അത് ഫുള്ള് തട്ടിക്കാമോ അല്ലേ? നോക്കട്ടെ. ഇത് മതി സിമെൻറ്റ്, ജസ്റ്റ് ഒന്ന് മയം കിട്ടിയാലോ. കുഴച്ചിട്ട് ഇത്ര സിമെൻറ്റ് മതി, തേക്കേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം ഒഴി മോനെ. അപ്പുറത്തെ സൈഡിലിട്ട് ചേട്ടാ, അതാ മറ്റേതൊരെടുത്ത് കഴിച്ചു നോക്ക്. അതെ, ഈ കല്ലെടുത്തില്ല. ഇങ്ങനെ ആയിക്കട്ടെ അല്ലേ? ആ കല്ലൂടെ കുത്തി ഇറങ്ങിച്ചേ. കുറച്ച് മണ്ണും എല്ലാം വരിയിട്ടാലോ? ആ മെറ്റിൽ വരിയിട്ടോ. ഇനി കഴിച്ചിടും. മതി മതി, അവിടെ മതി.
ചീകിടാം, നല്ലോണം ചീകിടാം. ചീകിടാണ്, അത് വൃത്തിയായില്ലല്ലോ. അത് വൃത്തിയായില്ല. മതി മോനെ, മതിയടാ. 2 വേണം ചേട്ടൻ. അതല്ല ഉള്ള സിമെന്റ് വെച്ചിട്ട് പരിപാടി. ഇതിനകത്തൂടെ കുറേ വെച്ചില്ല. സൈസ് കട്ടാണ്. ഉള്ള സിമെന്റ് വെച്ച് നമ്മളത് കുഴച്ച് സെറ്റാക്കും. കാരണം ഇത് അനങ്ങാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശമാണ്. അതൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ ഉണങ്ങി കഴിഞ്ഞിട്ട് അറിയില്ലേ. വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അതാണ് അത്രയും പൊക്കത്തിൽ ഞങ്ങളുടെ നിരത്തിൽ വെള്ളം കിടക്കുക. ഏറ്റവും ആയതുകൊണ്ട് വെള്ളം വേണം. ഏറ്റവും അല്ല ഇറക്കം ഇല്ല, ഇറക്കം. എന്നിട്ടും വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടോ? മതി, കുഴച്ചില്ലേ. ഞാൻ കെട്ടങ്ങ് മാറ്റിക്കും. അങ്ങനെ നമ്മുടെ മറ്റ് പണികളെല്ലാം കഴിഞ്ഞു. പ്ലാറ്റ്ഫോം റെഡിയായി, കാന്ത് വഴിച്ചിട്ടു. ഇനി നമ്മളെന്താ വെച്ചാൽ പിടിച്ച് നടക്കാനുള്ള മുളയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ ചെറിയ ഗ്രിപ്പ് പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിനെ കുത്തി കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സാൻഡ് പേപ്പർ വെച്ചിട്ടുണ്ട്. സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുക. ഉരച്ച് നല്ല ഫിനിഷ് ആവും. ഇതുണ്ടോ, ഇതങ്ങനെ നമ്മൾ ഉരച്ചാണ് കേട്ടോ. ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കിയതാണ്. അപ്പോൾ ലിജിയുടെ കയ്യിലൊന്നും തട്ടൂല. അങ്ങനെ പരിപാടി കേട്ടോ. നമുക്കത് ഉരച്ചരച്ച് വിടാം. ഇങ്ങനെ അരയ്ക്കുമ്പം തന്നെ അവിടെ ഗ്രിപ്പാവും. അല്ല, ഗ്രിപ്പ് പോയിട്ട് നല്ല ഫിനിഷാവും, സ്മൂത്താവും. അല്ലേ തട്ടുമ്പോൾ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഇതോടെ ഇതിൻ്റെ പണി നിർത്താൻ, പാരൽ ബാറിൻ്റെ പണി നിർത്താൻ അത് മതി. ഒരു മുള്ളങ്ങണം കൊണ്ടാൽ മതി. പിന്നെ അത് പേടിയായി, വേദനയായി. ഇതുവരെ വിളിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല പറഞ്ഞിരിക്കുക. ഇന്ന് നമ്മൾ വിളിക്കാൻ ചെല്ലണ്ടേ, ഇന്ന് പോകണ്ടേ. ഇന്നൊരു 9 മണിയാ പോയാൽ മതി. വിളിക്കുക അറിയട്ടെ. അവിടെ പോയിരിക്കുക. അച്ചാമ്മമാരായിട്ട് കഥ പറയാൻ വേണ്ടി അവർ പറയുന്ന കഥയൊക്കെ കേൾക്കാൻ ചിരിക്കാനൊക്കെ പോയിരിക്കുക കേട്ടോ. ഒന്ന് അച്ചാച്ചനോടെ ഉണ്ട്, വേറെ അച്ചാച്ചനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഥകൾ കുറേ കേൾക്കാം. പിന്നെ ഇടയ്ക്കൂടെ അവരെ കളിയാക്കും. അവരെ കളിയാക്കുക എന്നുള്ളതാണ് മെയിൻ. അവരെ കളിയാക്കിയിട്ട് തനിയൊരു ചിരിക്കുക. അതൊക്കെ റെസ്റ്റ് കണ്ടിട്ടുണ്ടോ, ഫിനിഷ് ആയതല്ലേ ഈ ഭാര്യ ഭാവം. ഈ ഇപ്പുറത്തെ ഭാവം പോലല്ല, ഇപ്പുറത്തെ ഭാവം ഇച്ചിരി മുനച്ചിരിക്കും. ഇവിടെ കണ്ട ആ മുന അങ്ങ് പോയി. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല മിനുസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ കൈ നോക്കത്തില്ല. ഓക്കെ, നമ്മുടെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ രുചിക്കൊച്ചി വിളിക്കാൻ ചെയ്യാനായിട്ട് വിളിച്ചേട്ടാ. ഞാൻ പണി ചെയ്ത വേഷത്തിൽ തന്നെ ഇറങ്ങിയതാട്ടോ. നേരെ പോയിട്ട് ആളെ വിളിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ പയ്യെ കോള് വന്നു, നമ്മുടെ നായികേനെ വിളിച്ചുകൊണ്ടിരാൻ വേണ്ടി കോള് വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പണി ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സിൽ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണ്ട, കഴിഞ്ഞ ദിവസം ആ വീഡിയോ എടുത്തപ്പോൾ ഈ ഡ്രസ്സായിരുന്നു, ഇന്ന് ഈ ഡ്രസ്സാണല്ലോ എന്ന്. ഞാൻ ഇച്ചിരി വെയിലും ചൂടുമൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് കിടക്കട്ടെ, വിയർക്കുകയും ചെയ്ത് നല്ലോണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കിടക്കട്ടെ ഇത് എടുത്തിട്ട്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചത് ഷൈനപ്പച്ചിയാട്ടോ, അപ്പച്ചിയാണ്, അച്ഛൻ്റെ പെങ്ങളാട്ടോ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞാൽ എന്തോ മറന്നോന്ന് ചോദിച്ചിട്ടോ. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചു കേട്ടോ, ചോറ് കഴിക്കാൻ സമയമായപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു, വരുന്നില്ലെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് നീ എന്തിനാ എന്നെ വിളിക്കുന്നത്, നിനക്ക് പേടിയാണോ എന്ന്, ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണോ എന്ന് ചോദിച്ച മഹത് വ്യക്തിയാണ് ഇപ്പം എന്നോട് ചോദിക്കുന്നത്.
എന്നെ മറന്നു പോകുന്നു. സൂര്യൻ അവിടെ നല്ല രീതി അടിക്കുന്ന കേട്ടോ. സമയം 5 മണിയാകുമ്പോൾ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പം അവിടുത്തെ കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ലിജി കൊച്ചിൻ്റെ സാധനം ഇന്ന് പണിയാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം നമ്മൾ കോൺക്രീറ്റ് ഇട്ട കാരണേ അത് ഉണങ്ങാതെ ഇനി അത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വീടിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തെടുക്കുമെന്ന് നോക്കട്ടെ. ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ കേട്ടോ, ആ വീടാട്ടോ. എവിടെയാ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ എപ്പോഴും മീൻ പിടിക്കാൻ വരണമെന്ന് വിചാരിക്കട്ടെ. ഇതിനകത്ത് കുറേ കരിമീൻ കിടപ്പുണ്ട്. ഈ ഒരു ചെറിയ തോട്ടിൽ ഉണ്ടോ, തോട്ടിൽ ചെറിയ മീൻ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ ഒരു ദിവസം വന്ന് പിടിക്കാം. അവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ. കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ. കുറേ നേരമായിട്ട് കാണുന്നില്ലല്ലോ. എവിടെ ഉണ്ടെന്ന് എന്തായാലും ഇരുത്തിയിട്ടെടുത്ത് പോയിട്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഇരുന്ന് എന്തോ കഴിക്കുവാണ് കേട്ടോ. അവിടെ ഇരുന്ന് എന്തോ കഴിക്കുവാണ് കേട്ടോ. നോക്കട്ടെ, ഞാൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ദേ ഇരിക്കുന്നു കണ്ട് കേട്ടോ എന്നെ. ചിരിക്കുന്നത് വരുന്നില്ലയോ ഇവിടെ കേക്കൊക്കെ കഴിച്ചു ഇവിടെ ഇരിക്കുവാണോ? ആ അതാ നീ ഓർത്ത് ഉച്ചക്ക് വിളിച്ചപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞ് ചായ കുടിച്ചോ? ചായ ഇടുവാണോ? ആ ഇന്ന് ഇവർക്ക് ഉറക്കം കൊടുക്കാത്ത നീ കേട്ടോ. പാവങ്ങൾ പനിയായിട്ട് ചെയ്യാൻ കിടക്കാൻ പോലും സമ്മതിച്ചില്ലല്ലേ. ഇവിടെ കഥ പറച്ചിലായിരുന്നോ? അച്ചാച്ച അതുവഴിയല്ലേ വന്നേ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അതുവഴി ആള് പോയത്. ആ ഞങ്ങൾക്ക് തോന്നി. ഇല്ല ഏറ്റവും ശരീരം മൊത്തം പൊടിയാ. ഞാനോ ഇച്ചിരി ജോലിയാണ്. എന്താ ചോദിച്ചാ? ആ ഞങ്ങളവിടെ ഓരോ പണികളിലായിരുന്നു. ആ ആ എന്തോ എടുത്ത് ചോറൊക്കെ കഴിച്ച് എന്താ കഴിച്ചോ? ഒരു പിടി ചോറ് അത്ര കഴിക്കത്തോളൂ. ചോറൊക്കെ അത്ര കഴിക്കത്തോളൂ. വരുന്നുണ്ടോ ഇപ്പൊ? ആ ചായ കുടിച്ചിട്ടോ? ആ രാത്രി വരണ്ടേ? പോയിട്ട് രാത്രി വരണ്ടേന്ന് അതുകൊണ്ട് ഇപ്പം പാന്നു. എന്നാ പിന്നെ ഇവിടെ നിന്നൂടെ? ആ വേണ്ട, ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് വരണം. അപ്പോൾ ഞങ്ങളിതേ ഇറങ്ങിയേട്ടോ. കിട്ടി, മുതലിനെ കിട്ടി. ഈ മുതൽ അവിടെ കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുവാ കേട്ടോ. എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ കോൺക്രീറ്റ് ഇട്ട് കാരണം ഇന്നിന് ചെയ്താൽ വിലക്കോന്ന് അറിയില്ല. എന്നാലും ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിക്കാൻ നോക്കാം. ഇല്ലേ ലിജി? നാളെ ആ നാളെ കൊണ്ടുവിടാം. നാളെ കൊണ്ടുവിടണേന്ന് പറഞ്ഞു കേട്ടോ. ഹായ് പറയാനുണ്ട്. ആ പുള്ളിക്കാരൻ അങ്ങ് എന്താ ഹായ് പറഞ്ഞു കേട്ടോ. ഇജി ഹായ് പറഞ്ഞു കേട്ടോ. അവരിവിടെ വന്നിട്ട് സൈക്കിൾ റെൻ്റ് എടുത്തിട്ട് ഒരു കറങ്ങാൻ ഇറങ്ങുന്നതാണ്. ചാച്ചൻ പയ്യെ ബാക്കി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഒരു പയ്യെ ചായയും കുടിച്ച് ഒരു കേക്കും കഴിച്ച് 2 കേക്ക് കഴിച്ചിട്ട് എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. കാര്യം പറയണേ അച്ചാമ്മയൊക്കെ ആയിട്ട് കാര്യം പറഞ്ഞെങ്കിൽ നല്ല രസമാണ്. രുചി എന്ത് നീ മെയിനായിട്ട് സംസാരിച്ചവിടെ? ഒന്നും പറഞ്ഞില്ലേ? നീ മിണ്ടാണ്ടിരിക്കുക ഇത്ര നേരം. രുചി നല്ല രസം ഉണ്ട്. എന്ത് പണിത് കൊള്ളാവോ? നല്ല രസമുണ്ടോ കേട്ടോ. റിവേഴ്സ് ഇറങ്ങട്ടെ. ഇല്ലാത്തോണ്ട് പണി നടന്നു. ഉണ്ടാ അജിക്കാൻ അറിയാം കാര്യം. സുഖമായിട്ട് പണി നടന്നു നീ ഇല്ലാത്തോണ്ട്. ഉണ്ടോക്കോ കടയ്ക്കടാ. ഞാനുണ്ട് നടക്കാനുള്ള സ്ഥലം.
കൊള്ളോ um, കോൺക്രീറ്റ് വെച്ചേക്കോ color, കൊള്ളോ ഇഷ്ടപ്പെട്ടോ ആ എന്നാ വാ good, അപ്പോൾ ഇതിൽ നാളെ ലിജി നടക്കുന്ന വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ സമയമില്ല, വൈകുന്നേരം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ലിജി നടക്കുന്ന വീഡിയോ ഇതിൻ്റെ ബാക്കി കെട്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ള രൂപമൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനിയിപ്പം കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പരിപാടികൾ ഇട്ട് കേട്ടോ. അപ്പം അമ്മയും അച്ഛനൊക്കെ എൻ്റെ കൂടെ ഓരോ ജോലികളൊക്കെ ആയിട്ട് ഇന്നോട്ട് അവരും ചെറുതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പണി അവിടെ അവസാനിപ്പിച്ചേട്ടോ. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ അച്ഛൻ്റെ മാമന് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. മാമന് പറയുമ്പോൾ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ അനിയൻ മരിച്ച കാരണം അവരൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നാളെ മറ്റൊരു വിശേഷമായിട്ട് വരാം. അവരൊക്കെ ഉണ്ടായതിനാണ് ലിജി അവിടെ പോയി ഇരിക്കുന്നത് കേട്ടോ. ലിജിക്ക് ഒരുപാട് സന്തോഷം അവിടെ പോയിരുന്ന കാര്യം പറയുന്നതൊക്കെ. അപ്പം അടുത്ത ദിവസം ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം. അതുവരെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.